അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് പറഞ്ഞാൽ 2014 മോഡല് 12 സീറ്റ് സെയിലിനുള്ളൊരു വാഹനമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. So purely, I'm pushing myself to the edge, not wanna go away. Been testing myself by the worst. I've been pushing my mind to the most. I've been loving the people around me, but I'm so paranoid. അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞത് 2014 മോഡല് 12 സീറ്റ് അതർ സ്റ്റേറ്റ് വാങ്ങാനായിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ, അതായത് ഇരിഞ്ഞാലക്കുടയ്ക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ടെസ്റ്റ് നിലവിൽ ഒരു കൊല്ലത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻഷുറൻസ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഇൻഷുറൻസ് നിലവിൽ എടുത്തു തരും. അതേപോലെ തന്നെ ഇൻറ്റീരിയലാണെങ്കിലും അതേമാതിരി എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതർ സ്റ്റേറ്റ് വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കണ്ടീഷനിലുള്ള വർക്ക് കാര്യങ്ങൾ നമ്മുടെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവില്ല.
അതേമാതിരത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഒരുപാടധികം വ്യത്യാസങ്ങൾ കാര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും A to Z എന്നുള്ള കണ്ടീഷനിൽ ഫുള്ള് ഒരു നെറ്റ് ആൻഡ് ബോൾട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് അഴിച്ചിട്ട് ഫുൾ റിമൂവ് ചെയ്ത് പാച്ച് വർക്ക് ആണെങ്കിൽ പാച്ച് വർക്ക് കഴിച്ച് സർവീസ് ചെയ്ത് അടി പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷമാണ് എക്സ്റ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എക്സ്റ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇൻറ്റീരിയറത്തെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ് പ്രോസസ്സിലേക്ക് പോവുക. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓൾ പാർട്സ്, അതായത് എല്ലാ പാർട്സുകളും കാര്യങ്ങളും നമ്മൾ ഫിറ്റിങ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ളൊരു ഫിനിഷിങ് എന്തായാലും ഈ ഒരു വണ്ടികൾക്ക് നിലവിൽ എന്തെങ്കിലും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒന്ന് മാസ്ക് ചെയ്ത് അടിക്കേണ്ട ഒരു ആവശ്യകത ഈ ഒരു വണ്ടികൾക്ക് വരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഫിനിഷിങ് ഇത്തിരി കൂടി കൂടുതലുണ്ടായിരിക്കും. അതേമാതിരി സൗണ്ടിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിക്കൽ സൗണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും, അതായത് കമ്പനി വയറിംഗ് കിറ്റ് വരെ രണ്ടാമത് അഴിച്ച് പുതിയതായിട്ടുള്ള രീതിയിൽ, അതായത് എന്തെങ്കിലും കത്തിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ കമ്പനി വയറിങ് വരെ ചെയ്യണേ. പിന്നെ ആവശ്യമില്ലാത്ത വയറുകൾ, പഴയ വയറുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് വയറിങ് ചെയ്യണേ. അതേമാതിരി സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പുതിയ സാധനങ്ങളാണ് നിലവിലിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടയർ 2 ഇപ്പോൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ മെക്കാനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 80,000 രൂപയോളം നമ്മൾ ഈ ഒരു വണ്ടിയുമ്പോൾ മെക്കാനിക്ക് വേണമെന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിങ്, അതേമാതിരി ടർബോ, 4 വീല് ഗ്രീസ് മാറൽ, അതേമാതിരി ബുഷുകൾ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യൽ, പിന്നെ സ്പിൻഡിൽ, അതേമാതിരി 4 ലീവ് സെറ്റ് അടിക്കൽ. അപ്പോൾ ഏകദേശം ആ ഒരു വർക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 80,000 രൂപയോളം നമുക്ക് ആ ഒരു വർക്കിന് കോസ്റ്റ് വരും. പിന്നെ ഇൻറ്റീരിയർ അതേമാതിരി എക്സ്റ്റീരിയർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട്. അതേമാതിരി ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും പുതിയതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഒരു രീതിയിൽ, അതായത് റെഡി ടു യൂസ് എന്നുള്ളൊരു കൺസെപ്റ്റ് വിചാരിക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതേമാതിരത്തെ വണ്ടികൾ ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നോർമൽ കണ്ടീഷനുള്ള വണ്ടികളും നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ തീർത്ത് തരാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വർക്ക്ഷോപ്പ് കാര്യങ്ങളുണ്ട്. വർക്ക്ഷോപ്പ് ഉണ്ടായാൽ മാത്രം പോരാ, ഇതിൻ്റെ സർവീസ് എന്ന് പറഞ്ഞത് മെയിനാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഇങ്ങനത്തെ വണ്ടികൾക്ക് പക്കയായിട്ട് നമ്മൾ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുമ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഫിനാൻസ് കാര്യങ്ങളൊക്കെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം ഒരു 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ കൈ ക്യാഷ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട്, നല്ല സിവിൽ സ്കോറും കാര്യങ്ങളുള്ള ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് മേടിക്കാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13,50,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. ഇതിനകത്ത് ഫിനാൻസ് കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞത് 10 ലക്ഷം രൂപയോളം നമുക്ക് ഈ ഒരു വണ്ടിയുമ്പോൾ ഫിനാൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ അങ്ങനത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.